അമീൻ സാറേ, യെസ്, നമ്മൾ എന്തിനാ വന്നത് ഇവിടെ? തീർച്ചയായിട്ടും ഞങ്ങൾ 9ാം ക്ലാസ്സിലെ മക്കളെ കാണാനാണ് രണ്ടുപേരും ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടേക്കും 9ാം ക്ലാസ്സിനെ കാണാൻ വന്നത് സർ? സ്പെഷ്യൽ ആണോ? അതായത് എന്തോ നിങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കാനൊക്കെ വന്ന പോലെ തോന്നലുണ്ട്. പേടിപ്പിക്കാൻ വേണ്ടി വന്നതല്ല, യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. സാറേ, ഇവരൊക്കെ 7ാം ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് എല്ലാ വിഷയങ്ങൾക്കും A ഗ്രേഡിന്, അത് കഴിഞ്ഞ് 8ാം ക്ലാസ് എത്തിയപ്പോൾ ഏകദേശം കുഴപ്പമില്ല. പക്ഷെ 9ാം ക്ലാസ് എത്തിയപ്പം സത്യം പറയും മക്കളെ, എന്തോ എവിടെയോ നഷ്ടപ്പെട്ടോ. പല സബ്ജക്റ്റുകളും, ഒരു സബ്ജക്ട് മാത്രമല്ല. ഞാൻ മനസ്സിലാക്കി, ഞാൻ എപ്പോഴും ഇവരോടൊക്കെ ലൈവിലൊക്കെ പറഞ്ഞൊരു കാര്യമാണ്, 1 മുതൽ 10 വരെ പഠിക്കുന്നതിൽ ഏറ്റവും ടഫ് സിലബസ് 9 തീർച്ചയായിട്ടും ടെക്സ്റ്റ് മാറിയിട്ട് വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. പേജുകളുടെ എണ്ണം കൂടിയെന്നല്ലാതെ വേറെ മാറ്റങ്ങളൊന്നുമില്ല. സ്വാഭാവികമായിട്ട് 10ലേക്ക് ആ ചേഞ്ച് വന്നു. മാത്സിൽ പക്ഷേ കുറച്ചൊരു സിമ്പിൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താ വെച്ചാൽ, ടഫായിട്ട് തോന്നുന്ന ചാപ്റ്റേഴ്സിനെ 2 ആക്കി മാറ്റി. കൗണ്ടന്റ് കുറച്ചിട്ടില്ല, പക്ഷെ 2 ആക്കി പഠിക്കാം. അപ്പൊ അളവ് കുറച്ചിട്ട് കൂടുന്നു. മക്കളെ, ഒരു കാര്യം മനസ്സിലാക്കി വെക്കാം, അടുത്ത 10ാം ക്ലാസ് ആണ്. ഇതുവരെ എന്തോ ആയിക്കോട്ടെ, ഒരു പ്രശ്നം ഇല്ലായിരുന്നു. പക്ഷെ 10 അങ്ങനെയല്ല. എല്ലാവരും കാത്തു നിൽക്കുന്ന, എല്ലാവരും ചോദിക്കുന്ന, ഇതുവരെ നിങ്ങൾ പഠിച്ചതിൽ ആകെ തുകയുള്ള റിസൾട്ട്, അത് SSLC ആണ് നമ്മൾ കാണുന്നത്. മക്കളെ, ഇവരൊക്കെ ശരിക്കും പോസ്റ്ററൊക്കെ, ഇവരുടെ സീനിയേഴ്സിന്റെ ഒക്കെ പോസ്റ്റർ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് 10ാം ക്ലാസ്സിൽ ഫുൾ A+ നേടിയ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞ് ഇവർ കാണുന്നതാണ്. അപ്പൊ അതേ രീതിയിൽ ഇവരുടെയും ഫോട്ടോകൾ ഫുൾ A+ നേടിയെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫ്ലെക്സുകളിൽ കാണണം. അതിനുവേണ്ടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. നിങ്ങൾ റെഡിയാണോ? മക്കളെ, ഇതിന് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ അസ്ത്ര ബാച്ചിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. കാരണം അസ്ത്ര ബാച്ച് ഞങ്ങൾ ഇപ്പൊ സംസാരിക്കാൻ വന്ന കാര്യമാണ്. അസ്ത്ര ബാച്ച് ഇനി ക്ലോസ് ആകുമ്പോഴാണ്. ഫസ്റ്റ് ബാച്ച് ഏകദേശം ക്ലോസ് ചെയ്യാൻ തന്നെ പറയാം. അത്രയധികം കുട്ടികളുടെ അഡ്മിഷൻ കഴിഞ്ഞു. സെക്കൻഡ് ബാച്ചിലേക്ക് കാത്തിരിക്കേണ്ട, കാരണം ബ്രിഡ്ജ് കോഴ്സ് ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നത് ഫസ്റ്റ് ബാച്ചിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മക്കളെ, ഒരു കാര്യം പറഞ്ഞുതരാം, ഉടനെ തന്നെ എൻ്റെ മക്കൾ ജോയിൻ ചെയ്യുക. കാരണം നിങ്ങൾക്ക് കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ്, അത് പറയാനുള്ള കാരണം വേറെ ഒന്നുമല്ല, ഏറ്റവും കൂടുതൽ കുട്ടികൾ 10ാം ക്ലാസ് ആയാൽ പോലും 9ാം ക്ലാസ് ആയാലും ഇവിടെ വന്നാണ് ക്ലാസ് കേൾക്കാറുള്ളത്. കാരണം അത്രത്തോളം അത്രത്തോളം ഇവർക്ക് അറിയാം സൈലത്തെ പറ്റിയോ, സൈലത്തിന്റെ ബാച്ചുകളെ പറ്റിയോ. മക്കളെ, അടിപൊളിയായിരിക്കും. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, നിങ്ങൾ 1 മണിക്കൂർ 2 മണിക്കൂർ നിങ്ങൾക്ക് പബ്ലിക് ലൈവ് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഒരു ദിവസം 1 മണിക്കൂർ നിങ്ങൾക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ എല്ലാ ചാപ്റ്ററും നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാൻ സാധ്യമാവും. അത് തന്നെയാണ് നമ്മളുടെ അസ്ത്ര ബാച്ച് എന്ന് പറഞ്ഞെങ്കിൽ. മാത്രമല്ല, ഇതിനൊക്കെ പുറമെ ഒരു ചാപ്റ്ററിന് ഏറ്റവും ഷോർട്ട് നോട്ട്, അതാണ് ഏറ്റവും അതായത് ഇൻസ്റ്റാ ലേൺ, മൈൻഡ് മാപ്പ് എന്ന് പറയുന്ന അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ബാച്ച് ജോയിനോട് കിട്ടുകയാണ്. വളരെ കുറഞ്ഞ ഫീസേ ഉള്ളൂ. അതാ സാറേ സർ, നമ്മൾ ഒരുപാട് ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് കുട്ടികൾ പറഞ്ഞ സാധനം അറിയോ, ഇൻസ്റ്റാ ലേൺ ഉണ്ടാവുന്ന സുഖമായി. കാരണം നിങ്ങൾ ആലോചിക്ക്, ഇപ്പൊ സോഷ്യലിനൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 36 പേജാണ് ഒരു ചാപ്റ്റർ എന്നത്. ആ ചാപ്റ്റർ ഒരു പേജിലേക്ക് ഇൻസ്റ്റാ ലേൺ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അതല്ലേടാ പഠിക്കാൻ സുഖം. അങ്ങനത്തെ ഇൻസ്റ്റാ ലേണുകൾ, അതിന് കുറെ ക്വസ്റ്റ്യൻസ് ഇനി ഇല്ല. ഇതുവരെ നമ്മളെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പുതിയതാണ്. ഇനി പ്രീവിയസ് ഉണ്ടോ, ചാപ്റ്ററുകൾ ഏതാന്ന് പോലും നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ടില്ല. പക്ഷെ എന്നാലും ഏതാനും ദിവസങ്ങൾക്കൊക്കെ അത് അറിയും. അത് തീർച്ചയായിട്ടും നമുക്ക് അപ്ഡേഷൻ കൊടുക്കുകയും വേണം. വരാതിരിക്കില്ല. കാരണം പെട്ടെന്ന് 10ാം ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ അതൊക്കെ അടിപൊളിയാക്കി മാറ്റണം. സോ ഒരു കാര്യം പറയാനുള്ളത്, അസ്ത്ര ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യം നിങ്ങളെ ഫ്രണ്ട്സും നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും. വേഗം തന്നെ ജോയിൻ ചെയ്യാം പെട്ടെന്ന് കേട്ടോ. കാരണം മക്കളെ, ഒരു കാര്യം, നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വീഡിയോ ഇടുന്നത്. ഇനി ആ ബാച്ച് ക്ലോസ് ആയി കഴിഞ്ഞാൽ അടുത്ത ബാച്ച് എപ്പോൾ തുടങ്ങുമെന്ന് പറയാൻ പറ്റില്ല, എപ്പോൾ ക്ലാസ് തുടങ്ങുമെന്ന് പറയാൻ പറ്റില്ല. ഇത് ഏപ്രിൽ 3-ാം തീയതി അല്ലേ? ഏപ്രിൽ 3-ാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ കൃത്യമായിട്ട് ഒരു അപ്ഡേഷൻ തരും. 2-ാം തീയതി നമ്മളൊരു ബാച്ച് ഓറിയന്റേഷൻ ഉണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ ലൈവിലേക്ക് വരിക. 3-ന് നമുക്ക് ഫസ്റ്റ് ക്ലാസ് നമുക്ക് തുടങ്ങേണ്ടതുണ്ട്. സോ നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്ന സമയം മുതൽ നിങ്ങൾക്ക് വിളിക്കാനുള്ള അവസരമാണ്. എല്ലാ ഫ്രണ്ട്സ് ടാഗാണ് നമ്മൾ വിളിച്ചുകൊണ്ട് അഡ്മിഷൻ ഉറപ്പ് വരുത്തുക. ഫസ്റ്റ് ബാച്ച് ജോയിൻ ചെയ്യുന്നവരാണ് ഏറ്റവും മിടുക്കരാവുക. ഞാൻ ആദ്യം പറഞ്ഞത്. സോ വെൽക്കം ടു സൈലം ഫാമിലി. ഓൾ ദി ബെസ്റ്റ്.